പാട്ടൊക്കെ കുഞ്ഞുങ്ങൾ പരമാവധി ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായി ചെയ്യുവേണ്ടതിന് വേണ്ടി എന്തെങ്കിലും പോരായ്മ വന്നാലും ക്ഷമിക്കുക. നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ സഭയിൽ നിന്നാണ് കൺവെൻഷന് വേണ്ടി 2 സഹോദരിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ലിഷ സിസ്റ്ററും അതുപോലെ തന്നെ ഇവാനി ആണ് കൺവെൻഷന് പാടുന്നത്. കൺവെൻഷൻ കഴിയുമ്പം അവരെ കൂടെ കൊയറിൽ ആഡ് ചെയ്യണം. അപ്പോൾ സ്തോത്രം, നന്നായി ആ കാര്യങ്ങൾ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ അടുത്ത കൺവെൻഷൻ, നമ്മുടെ കൺവെൻഷൻ അടുത്ത മാസമാണ്. 1 മാസമേ ഉള്ളൂ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് മുതൽ എല്ലാ ഞായറാഴ്ചയിലും ഓരോ സഭയിൽ മാറി 4 മണി മുതൽ 5:30 വരെ പ്രാർത്ഥനയുണ്ട്. ഇന്ന് വൈകിട്ട് കൂത്താട്ടോളത്താണ് പ്രാർത്ഥന നടക്കുന്നത്. 4 മുതൽ. ചില വെള്ളിയാഴ്ച ദിവസവും സഭകളിൽ അതിനുവേണ്ടി പ്രാർത്ഥനയുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ നമ്മുടെ സഭയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. നമ്മുടെ ഇവിടെയാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിശ്ചയമായിട്ടും ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. നിശ്ചയമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മറുപടി തരും. നമ്മളൊന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിന്മേലും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്തോരം നമ്മളെ കൊണ്ടുവന്ന്. ഹല്ലേലൂയ. നമ്മുടെ പഴയ അവസ്ഥകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പഴയ അവസ്ഥയിൽ നിന്ന് ഒത്തിരി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച്, ഞാൻ എടുത്തു പറയുന്നത് എല്ലാവർക്കും ചിലർക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ പഴയ അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഓർത്തേ. പഴയ അവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട്. പഴയ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ എത്തിച്ചത്. അപ്പം നാം ആ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും. എനിക്കറിയാം നമ്മുടെ സഭയിൽ പട്ടിണിയുള്ള ആരുമില്ല. സ്തോത്രം. കാരണം ദൈവം നമ്മെ അത്രത്തോളം കൊണ്ടുവന്നു. നമ്മുടെ 99% വീടുകളും വളരെ നല്ല ക്രമീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരാനിടയായി. ഇപ്പോഴും നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലേ, ദൈവത്തിൻ്റെ കരുണയല്ലേ. സ്തോത്രം. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ പ്രവർത്തിക്കും. വീണ്ടും നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ദൈവം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ നാം ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവരവര് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുക. ആത്മീയമായ കാര്യങ്ങൾക്ക് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കുക. വളരെ ശ്രദ്ധിക്കുക. ഭൗതിക കാര്യത്തിന് നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ ഉത്സാഹിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മീയ കാര്യത്തിന് വേണ്ടി നാം സഹകരിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കാനിടയായിത്തീരും. നമ്മൾ ഭൗതിക കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൗതികമായ കാര്യം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ നിത്യത, ആത്മീയമായ കാര്യം കൊണ്ടാണ് നിത്യതയോടുള്ള ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിലെ പ്രായമുള്ളവരൊക്കെ ക്ഷീണിതരായിക്കൊണ്ടിരിക്കുക. നമ്മുടെ പനച്ചിലെ അച്ഛന് ഇനി പോയി കാണാൻ പറ്റിയില്ല. ക്ഷീണിതനായി ഭവനത്തിലായിരിക്കുകയാണ്. മൂത്ത മകൻ്റെ കൂട്ടത്തിലാണ്, അവിടെ ആയിരിക്കും. പട്ടമേട്ടലെ അച്ഛന് വേണ്ടി ആരോഗ്യമായിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു. എന്നാലും ചുമയും പ്രയാസവും ക്ഷീണിതരായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അങ്ങ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ VTS പാസ്റ്റർ പറഞ്ഞ പോലെ എക്സ്പയറി ഡേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ നിലനിർത്തുന്നല്ലോ, അത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ആത്മീയമായി നാം വർദ്ധിച്ചു വരിക. നിശ്ചയമായിട്ടും നമ്മളിവിടെ ഒരു നന്മ കണ്ടിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു നന്മ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നന്മ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. നന്മ കണ്ടിട്ടേ പോകത്തുള്ളൂ. നമുക്കിപ്പോൾ നിരാശ വരും. സ്തോത്രം. ഞങ്ങളിവിടെ വന്ന് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങളൊന്ന് മുമ്പോട്ട് ഓടിക്കാൻ വലിയ പ്രയാസമാണ്. കാര്യങ്ങൾ മുമ്പോട്ട് ഓടിക്കാൻ പ്രയാസമായിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരാണ് റബ്ബർ വെട്ടുന്നത്. അപ്പം നമുക്ക് പോയി അത് ചെയ്യാം. അവൾ പറഞ്ഞ് നമ്മൾ വിട്ടിട്ട് പോകുന്നതാണ്. ഇനി അതിനുവേണ്ടി, കാരണം
ആവശ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെയുള്ള ഭാരം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഒരു ദിവസം പോലും പട്ടിണി കിടത്തിയില്ല. ഒരു ദിവസം പോലും പട്ടിണി കിടത്തിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ആദ്യകാലത്ത് അന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ അങ്ങനെ വരെയാണ്, കറണ്ട് കിട്ടിയിട്ടില്ല. ആ അകത്തെ മുറിയിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കും. പെട്രോമാക്സ് പോലെ കൊണ്ടുവരും. അത് കത്തിക്കണേ തന്നെ നല്ല പാടാണ്. അപ്പോൾ ആളുകൾ പരസ്യമായി അവിടെ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു, എടാ എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കുക, നിനക്കൊരു എമർജൻസി ലൈറ്റ് മേടിച്ച് വെച്ച് യോഗം നടത്തേണ്ടതാണ്. പാസ്റ്ററിൽ നിന്നും അല്ല കേട്ടോ അത് വിളിക്കുന്നത്. എടാ ഒരു എമർജൻസി അങ്ങനെ വിളിച്ച് ഇവിടെ കുത്തിയിരിക്കുമായിരുന്നു. കാരണം പാട്ടയും കൊട്ട് കല്ല് എറിഞ്ഞ് അതിനനുസരിച്ച് അങ്ങേ വീട്ടിൽ പട്ടി ഓലിയാൻ പോകും. ഇതെല്ലാം എന്നോട് നേരെ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുക, എടാ ഒരു എമർജൻസി മേടിച്ച് നിനക്ക് മീറ്റിംഗ് നടത്താൻ മേലേടാന്ന് ചോദിച്ചിടത്ത് നമ്മുടെ ഈ ലൈറ്റ് എല്ലാം കൂടി ഇടുമ്പോൾ ഞാൻ ദൈവത്തെ എന്തോരം സൂചിക്കുന്നു. ഒന്നാലോചിച്ച് നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഉറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഒരു എമർജൻസി അന്ന് നമുക്ക് നിവൃത്തിയില്ല. എമർജൻസി ലൈറ്റ് ഒന്നും മേടിക്കാൻ അന്ന് ഫോറിനിൽ നിന്ന് വരുന്നവരെ എമർജൻസിയും കൊണ്ട് വരുന്നത് ചോദിച്ചുകൊണ്ടിരുന്ന പാട്ട കൊട്ടി. നിങ്ങൾ ആരാണേലും പാട്ട കൊട്ടി, പൊട്ടിയ പാട്ട കൊട്ടി നമ്മുടെ മീറ്റിംഗ് നടക്കും തോറും ഇവിടെ പാട്ട കൊട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ ഞാൻ സഹിച്ചതല്ലേ. ഈ പാട്ട കൊട്ടിയപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മളെയും കൂടെ എന്നെയും കൂടെ ആദരിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി കൊടുത്തതിന് അവിടുത്തെ മെമ്പർമാരെ അതിൻ്റെ പ്രധാന ആളുകളെയും കൊണ്ട് കിരുമുറി പള്ളിയുടെ അവിടുന്ന് അവർ ഡ്രം ഇതുണ്ടല്ലോ ചെണ്ട കൊട്ടിയിട്ട് അവരെ ആദരിച്ച് ഇവിടെ വന്ന് നമ്മളെ കൂടെ, എനിക്കുമൊക്കെ അവരൊരു മൊമെൻ്റോ ഒക്കെ തന്നായിരുന്നു. നമ്മളെ ആദരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നു. നമ്മളെ നിങ്ങൾ ആലോചിക്കുന്നു, ഞാൻ എങ്ങനെ ദൈവത്തെ തുതിക്കാതിരിക്കും പ്രിയമുള്ളൂ. നമ്മളെ കളിയാക്കാൻ പാട്ട കൊട്ടിയെടുത്ത്, നിങ്ങളുടെ വിശ്വാസം എന്ന് ഉറക്കാൻ പറയുന്ന, അല്ലാതെ എൻ്റെ വീമ്പ് പറയുന്നതല്ല. നമ്മളെ കളിയാക്കി പാട്ട കൊട്ടി കല്ലെറിഞ്ഞെടുത്ത്, സ്തോത്രം, ശ്രദ്ധിക്കണേ, ഇവിടെ എത്ര നേരം ഒരു കൊട്ടിയെന്നറിയാവോ? എന്നിട്ടാണ് അവരെ എല്ലാം കൂടെ കയറ്റി നമ്മുടെ മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, നമുക്കൊക്കെ ആദരവ് തന്നു. അപ്പം എൻ്റെ മനസ്സിൽ എന്നിരുന്നത് ഈ ചെണ്ട നമുക്ക് വേണ്ടി ഇവിടെ വന്ന് നമ്മുടെ ഹോളിൻ്റെ അവിടെ അവരവിടെ വേറെ ഒന്നുമല്ല കേട്ടോ, വേറെ ആരാധനയൊന്നുമില്ല, അവരെ ആനയിച്ചു കൊണ്ടുവരുന്നത് ഇതായിട്ട്. അപ്പം ഞാൻ ഓർത്തു, നമ്മളെ കളിയാക്കാൻ പഴയ മണ്ണെണ്ണ പാട്ടയും എണ്ണയുടെ പാട്ടയും കൊട്ടിയെടുത്ത് ചെണ്ട കൊട്ടി നമ്മളെ ആദരിച്ചൊരു ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും നമ്മളെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നമ്മളെ മാനിച്ചിരിക്കും. നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ മാനിച്ചിരിക്കും. അതൊന്ന് ഉറക്കാൻ വേണ്ടി ഒരു നിയോഗത്തോടെ ഞാൻ പറയുക. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിയോഗത്തോടെ ഞാൻ പറയുക, സ്തോത്രം, നിങ്ങളെ നിന്ദിക്കുന്നവരുടെ ഇടയ്ക്ക് തന്നെ നിങ്ങളെ ദൈവം മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ ഇരുന്നാൽ, ഇപ്പം നമ്മൾ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, നമ്മൾ പലയിടത്തും വായ്പ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. എന്നാൽ സ്തോത്രം, സമയത്തിൽ കഴിയുമ്പോൾ സ്തോത്രം നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരും. സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വാസത്തോടെ കാണാം. നിത്യതയാണ് പ്രധാനം. എങ്കിലും ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം നമ്മളെ ഒന്ന് ആദരിച്ചിട്ടേ വിടത്തുള്ളൂ. ഈ ലോകത്തിൽ വെച്ച് തന്നെ ആദരിച്ചിട്ടേ ദൈവം വിടത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തിൽ വരുമ്പോൾ സ്തോത്രം, നല്ല ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ഉള്ള മരം നാടൻ മരമാണ്, പാലില്ല, 1 ഷീറ്റ് 2 ഷീറ്റേ ഉള്ളൂ. പിന്നെ കശുവണ്ടിയുണ്ട്, മരോട്ടിയുണ്ട്, പിന്നെ കാഞ്ഞരമുണ്ട്, റബ്ബർ പുല്ലുണ്ട്. ഇതെല്ലാം മാതാപിതാക്കൾ അവിടെ അത് ശരിയാക്കി ചന്തയിൽ കൊണ്ടുവന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസി വന്നപ്പോൾ ആളുകൾ പറഞ്ഞു അവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വിശ്വാസത്തിൽ വന്നതെന്ന്. ഞങ്ങളുടെ കൂട്ടരെല്ലാം ഉന്നതന്മാരായതുകൊണ്ട് അവർ ഞങ്ങളെ അവഗണിച്ച്, പ്രിയമുള്ളവർ, ഞങ്ങളുടെ വസ്തു, ഞങ്ങൾ പെന്തക്കോസ്തി വന്നതുകൊണ്ട് ഞങ്ങളുടെ വസ്തു വിറ്റ് ഞങ്ങളെ ഇവിടുന്ന് അയക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബക്കാർ ശ്രമിച്ചു. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ ആളെ വിളിച്ചോണ്ട് വന്നതാണ് പെന്തക്കോസ്തി പോയെന്നുള്ളിടത്ത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് വന്ന്, സ്തോത്രം, എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ തലമുറകളുടെ നന്മ കണ്ടിട്ട് മാത്രമേ, സ്തോത്രം, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. അപ്പോൾ ഒന്നും കാണാനില്ല പ്രിയമുള്ളവർ, ഒന്നും കാണാനില്ല. 2 മുറി അടുക്കളയുള്ള റോഡിന്റെ വര മാത്രമേ ഉള്ളൂ, ഒന്നും കാണാനില്ല.
വിശ്വാസത്തിൽ ദൈവത്തിനു വേണ്ടി നേരോടെ നിന്നു. കപ്പ പറിക്കുന്ന വേനൽക്കാലത്ത് അവിടെ കപ്പ ഇടുന്ന ആ സ്ഥലത്ത് കൺവെൻഷൻ നടത്തി. സണ്ണിക്കൊക്കെ അറിയാം, അന്ന് ആ പഴയ കാലത്തെ കപ്പയുടെ ആ പറമ്പിൽ മീറ്റിങ്ങുകൾ നടത്തി. സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് മീറ്റിംഗ് നടത്തി. സ്തോത്രം. അവിടെ നിന്ന് ദൈവം നമ്മെ ഉയർത്താനിടയായി തീർന്നു. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മധ്യത്തിൽ സ്തോത്രം ദൈവം നമ്മെ ഉയർത്താനിടയായി. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ നിങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയാ. വിശ്വാസത്തോടെ ദൈവത്തിന്റെ സമയത്തിനായി വചനം ഇങ്ങനെ പറയുന്നു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ചേർന്ന് പറഞ്ഞേ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. ഒന്ന് പറഞ്ഞേ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. താണിരിക്കുന്നിടത്ത് താണിരിക്കണം. ബലമുള്ള അവൻ ഉയർത്തുമെന്ന്, ദൈവം ഉയർത്തുമെന്ന്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഇനി വിശാലത തരുമെന്ന്. സ്തോത്രം. ദൈവാലോചനകളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉയർത്തും. സ്തോത്രം. നമ്മൾ ഒത്തിരി ഭൗതിക കാര്യത്തിന് വേണ്ടി കിടന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞത്? തന്നെ എങ്ങനെ പോകുന്നെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എന്നാ പറഞ്ഞേ? ആകാശത്തിലെ പറവകളെ നോക്കുവി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ എന്ത് ചെയ്യുകയാണ്? പോറ്റുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുക. സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ്. പിന്നെ നമ്മളെ എത്ര അധികമായ ദൈവം പോറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ ആഴക്കടലിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, 1 കിലോമീറ്റർ ഭൂമി വെള്ളത്തിനടിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇരുട്ടാണ്. പിന്നെ അങ്ങനെ കിടക്കുക. സമുദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്തോത്രം ഹിമാലയൻ പർവ്വതം വെച്ചാലും അതിനകത്തുനിന്ന് പിന്നെയും ഉയർന്ന വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിയിൽ സ്തോത്രം എന്താണെന്നറിയാം, മീനുകളുണ്ട്. അത് മുകളിലോട്ട് വരത്തില്ല. അതൊന്നും മുകളിലോട്ട് വരുന്നതല്ല. ഈ ആട് ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീനെ കണ്ടു. ഓരോ മീനിന്റെ തലേന്ന് ഒരു ടോർച്ച് പോലെ ഒരു സാധനം ഇങ്ങനെ നീണ്ടു നിൽക്കുക. ടോർച്ച് പോലെ ഒരു സാധനം നീണ്ടു നിൽക്കുക. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയണോ? സ്തോത്രം. എത്ര 10,000 ആനയെ എടുത്തു വെക്കുന്ന ഭാരമാണ് അതിന്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാരം. ഈ ടൈറ്റാനിക്കൊക്കെ കിടക്കുന്ന സ്ഥലത്ത്. എന്നാൽ സ്തോത്രം അതിനകത്ത് ഈ ജീവികളെ എല്ലാം ദൈവം പരിപാലി നോക്കിക്കേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളെ എത്രയധികം, നമ്മളെ എത്ര വിശ്വസിക്കാമോ? വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം ചെയ്ത് വിശ്വസിച്ച് ഒന്ന് ഇന്ന് പകൽ അങ്ങനെ പോട്ടെ. വിശ്വസിച്ച് ഒന്ന് വിശ്വസിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ ഒരു നിയോഗം തരികയാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ച്. ഹല്ലേലൂയ. ഞാൻ ഇനി ഇല്ലാതെ പോകുമെന്ന് ഒരിക്കലും നീ പറയരുത്. ചിലപ്പോൾ മനുഷ്യൻ നിരാശ വരും. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളെന്ന്. ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ടെന്നേ. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ നരയെ ദുഃഖത്തോടെ എന്ത് ചെയ്യും? പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞു. എൻ്റെ നരയെ ഭക്തനാണ്, ഇസ്രായേലിന് പേര് വിടുന്നത് അവനാണ്. സ്തോത്രം. അവ പറയാ, എൻ്റെ നരയെ ദുഃഖത്തോടെ ഞാൻ പാതാളത്തിൽ എന്ത് ചെയ്യും? ഇറക്കും. ദുഃഖത്തോടെയാണോ ഇറങ്ങിയത്? നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വന്നേ. ദുഃഖത്തോടെയാണോ വന്നേ? സ്തോത്രം. അല്ല, മക്കളുടെ എല്ലാ നന്മ അവൻ കണ്ടു. അത് മാത്രമല്ല, ഫറവോനെ അവൻ അവിടെ ചെന്ന് എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫറവോ രാജാവിനെ, മിസ്രൈം രാജാവിനെ ഈ ആട്ടിടയനായ യാക്കോബും അവരെല്ലാം ആട്ടിടയന്മാരാ. ആട്ടിടയനായ യാക്കോബ് ഫറവോൻ രാജാവിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചെന്ന് ദൂതൊന്ന് ഏറ്റെടുത്ത്. ഹല്ലേലൂയ. അങ്ങനെ ചില അധികാരം ദൈവം ചിലർക്ക് തരാൻ പോവുകയാണ്. ദൂതൊന്ന് ഏറ്റെടുത്ത്. സ്തോത്രം. ചിലരെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങണം. ഹല്ലേലൂയ. ജാതീയമായ ഈ രാജാവിനെ പോയി അനുഗ്രഹിച്ച് എന്റെ ദുഃഖത്തെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞ ഈ യാക്കോബ് അവനെ അനുഗ്രഹിച്ചാ പോയത്.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ മകനെ അവന്റെ മക്കളിൽ കൂടെ കണ്ട് അവനെ അനുഗ്രഹിച്ചിട്ട് അവൻ പോയത്. സ്തോത്രം. അവരുടെ മക്കൾക്ക് വരുന്ന ഭാവി അനുഗ്രഹത്തെ കുറിച്ച് അവൻ പ്രവചിച്ചിട്ടാ പോയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞ ഈ യാക്കോബ്, സ്തോത്രം, തന്റെ മക്കളെ എല്ലാം അരികെ വിളിച്ച്, സ്തോത്രം, ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കറിയാം, ഓരോരുത്തരെയും ദുഃഖത്തോടെയാണോ അനുഗ്രഹിച്ചത്. യാക്കോബ് ഒരു മരണവേദന അനുഭവിച്ചില്ലെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ. ഇവരെ എല്ലാം അനുഗ്രഹിച്ചിട്ട് താൻ തന്നെ കാലെന്ത് ചെയ്തു, കട്ടിലിൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. എന്ത് നല്ല മരണമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. മക്കളെ നിരാശ പറഞ്ഞവൻ മക്കളെ എല്ലാം വിളിച്ച് എന്ത് ചെയ്തേക്കുക, അനുഗ്രഹിച്ചു. എന്തോ അനുഗ്രഹമാണ് അവൻ അനുഗ്രഹിച്ചത്. ഓരോ മക്കൾക്കും അങ്ങ് വീതം കൊടുക്കുമല്ലായിരുന്നോ? അനുഗ്രഹിച്ചു. സ്തോത്രം. എന്നിട്ട് കാലെടുത്ത് കട്ടിലിൽ വെച്ചു, പ്രാണനെ സൃഷ്ടാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നിരാശയില്ല കേട്ടോ. യാക്കോബ് മരിച്ചെങ്കിലും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പറയുക. ലൂക്കോസ് 22:23 കണ്ട കർത്താവ് തന്നെ പറയുക, എന്താ? സ്തോത്രം, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പൊ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളതൊക്കെ ഒരു വലിയ മർമ്മമാട്ടോ. ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. കർത്താവ്, യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. ആർക്കെങ്കിലും കിട്ടിയോ? മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. യേശു പറഞ്ഞു, ഹല്ലേലൂയ, മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാണനെ വിട്ടവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവനായിരിക്കുക. കാരണം ഇവിടെ ആണേലും എവിടെ ആണേലും കർത്താവിന് നമ്മൾ എന്താണ്? പ്രസന്റാ. ഹല്ലേലൂയ. നമ്മുടെ വായിച്ച സംഗീതത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം, ഹല്ലേലൂയ. സഭായോഗം എല്ലാ ദിവസവും ഒരുപോലെ നടക്കരുതെന്നായിരുന്നു ഇന്നലെ അതേ ആലോചന. പ്രിയത്തിലോ സംഗീതത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. വായിച്ച മൈക്ക് വായിച്ച നീതിമാന്മാരെ യഹോവയിൽ എന്ത് ചെയ്യണം? അതാ പറഞ്ഞ നീതിമാന്മാരെ യഹോവയിൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഞായറാഴ്ച, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന നമ്മളിരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ സഭായോഗത്തിൽ വരുമ്പോ നാം കർത്താവിന്റെ ശരീരമാണ്. ക്രിസ്തു തലയാണ്, നാം ശരീരമാണ്. നാം ഒന്നിച്ചാണ് അവന്റെ നാമത്തെ എന്ത് ചെയ്യേണ്ടത്? ഉയർത്തേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് സഭായോഗത്തിൽ വരുന്ന ഒരു സമയത്തിന് വരണം. നമ്മുടെ സമയം നഷ്ടമാക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. നീതിമാന്മാരെ യഹോവയിൽ എന്ത് ചെയ്യണം? ഘോഷിച്ചുല്ലസിക്കണം. ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പതുക്കെ സ്വന്തം പറയാനല്ല കേട്ടോ. ഹല്ലേലൂയ. പതുക്കെ സ്വന്തം പറയാനല്ല. നമ്മുടെ ഊരവനെ തമ്പിച്ചാന്റെ അപ്പനായിരുന്നു ഇവിടെ ഏറ്റവും ഉയർന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇവിടെ ആരുള്ളവർ കണ്ടിട്ടില്ല. അപ്പൊ ചിലരാരെങ്കിലും ഇരുന്ന് ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളി ഉറക്കി ഒരു ഹല്ലേലൂയ ഇടയ്ക്കെന്ന് പറയും. ഉറക്കവും പോകും, എല്ലാം പോകും. അപ്പത്തിനെ തന്നെ എല്ലാവരും അറിയുന്ന ഉറക്ക ഹല്ലേലൂയ പറയുന്ന അപ്പച്ചനെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവകാര്യത്തിന് പറയാൻ ഒച്ചയില്ല. പിള്ളേരെ പേടിപ്പിക്കുന്നതൊക്കെ അലർന്ന് കേട്ടാലുണ്ടല്ലോ, എന്നെ അലർജി. അന്ന് കർത്താവേ സ്തോത്രം എന്നൊന്ന് പറയാനോ, സഭായോഗത്തിൽ വരുമ്പോ സ്തോത്രം എന്നൊന്ന് പറയാനോ, ഹല്ലേലൂയ. എക്സസൈസ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാലും കൈയും വെള്ളം എടുത്ത് ചെയ്യാൻ പറ്റും. എന്നാൽ ആരാധനയിൽ ഒന്ന് കൈയടിക്കാൻ പറ്റുമോ? അതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാന്മാരോട് പറയുകയാണ്, യഹോവയിൽ എന്ത് ചെയ്യാം? ഘോഷിച്ചുല്ലസിക്കാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അപ്പൊ നമ്മുടെ നമ്മൾ നേരാണെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ഈ നമ്മളെല്ലാവരും പറയുന്ന വാക്കുകൾ കേൾക്കരുത് കേട്ടോ. ഈ ആളുകൾ എന്ത് പറഞ്ഞാലും അത് പൊടുപ്പും തൊങ്ങലും വെച്ചേ പറയത്തുള്ളൂ, മസാല ഇട്ടേ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. സ്തോത്രം. നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ആരും നമ്മുടെ ഭാഗം നീതിയുള്ളതായിരിക്കണം.
നമ്മുടെ ഭാഗം നീതിയുള്ളതായിരിക്കണം. അവൻ നീതിയുടെ വശത്തെ കർത്താവ് നിൽക്കത്തുള്ളൂ. നമ്മളെ ആരെങ്കിലും പീഡിപ്പിക്കുകയോ ജനിക്കുകയോ ചെയ്താൽ സ്തോത്രം ഹല്ലേലൂയ, മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു എന്ന് പറയുകയാണ്. ജനത്തിന്റെ കഷ്ടത, ഇന്ന് പകല് നീ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മുടെ കഷ്ടത എന്ത് ചെയ്യാണ്? കാണും. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് കഴിഞ്ഞ ദിവസം പ്രിയ സണ്ണി ഒരു ഇതിട്ട് തന്നു. മോൻ സിബി അവിടെ ദൈവത്തെ പിള്ളേരൊക്കെ ഒന്നിച്ച് ദൈവത്തെ പാട്ട് പാടുന്നത് അത് നന്നായിട്ട് പാടി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കാനും ജീവിക്കാനും ഒക്കെ പോയേക്കുക. അപ്പൊ പോകുന്നിടത്ത് അവർ കണ്ട സിനിമാ തിയേറ്ററിൽ കൂടെ നടക്കാതെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനപ്പുറം വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. നന്നായി പാട്ട് പാടി, നന്നായി പാടുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒക്കെയുള്ള വാഗ്ദത്തം അങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്, ഉചിതമാണ്. സ്തോത്രം. അടുത്ത വാക്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇൻസ്ട്രുമെന്റുകളൊക്കെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന സാധനങ്ങളുണ്ട്. പണ്ട് നമ്മുടെ സഭയിലുണ്ടായിരുന്ന ഇപ്പോൾ ഫുൾ തേങ്ങാന്റെ തൊണ്ട് പൊളിച്ച് കളഞ്ഞേച്ച് അതിനകത്തൊരു പിടി കയറ്റിയിട്ട് അപ്പുറം അടുത്തേക്ക് ഒരു മുത്തുകൊണ്ടൊരു റിങ് ഇങ്ങനെ പലതുണ്ടാക്കാം. എന്നിട്ട് അതിങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തിരിക്കുന്നൊരു വീട്? അതൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ, സഭയിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം തേങ്ങയുടെ പുറത്തോട്ട് ഒരു മുത്ത് പോലെ മുത്തുവാറ്റ ഇങ്ങനെ കിട്ടും, വലിയ മുത്ത്. എന്നിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? തിരിക്കും. സ്തോത്രം. പല കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നാവോളിമറ്റത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്തോത്രം ഇങ്ങനെ ഇത് കൊട്ടുന്ന ഒരു ചിരിപ്പോലുണ്ടൊരു ഇത് ഇങ്ങനെ കൊളാമ്പി പോലെ ഇരിക്കുന്നു. അതുണ്ട്. പിന്നെ വേറൊരു കമ്പിയല, കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ കമ്പിയൽ ഇങ്ങനെ കൊട്ടുക. ഇതൊക്കെ 80,000 രൂപ കൊടുത്ത് മേടിച്ച സാധനമാണ്. അത് അവിടെ ഇരുന്ന് ഒരു കമ്പി എടുത്തിട്ട് എന്ത് താളത്തിലാണ് കൊട്ടുന്നതെന്ന് അറിയാമോ? വെറും കമ്പി വളർത്തി വെച്ചിട്ട് കമ്പിയൽ അടിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്നുള്ള ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകരണം മേടിച്ചു കൊടുത്താൽ നല്ലതാ കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്നാ പറഞ്ഞേ? ഇന്നലെ കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇല്ലേലും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. കിന്നരെ കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും. അടുത്തത് 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുകയും. പുതിയ പാട്ട് പാടുകയും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെല്ലാം പഴയ പാട്ടുമായിട്ടൊക്കെ ഇരിക്കട്ടെ കേട്ടോ. പുതിയ പാട്ടും പേരൊക്കെ ഒന്ന് എടുത്ത് പാടണം. സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്ക് പാട്ട് എഴുതാൻ കഴിവുണ്ട്, ചിലർ ആത്മാവിൽ പാടുന്നവരുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് ചുമ്മാ നടക്കുമ്പോൾ പൊട്ടനെ പോലെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ദൈവത്തിനെ പുകഴ്ത്തുന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കാനാണ്. നമുക്ക് ചില വചനമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് പാട്ടാക്കി ഒന്ന് ഹല്ലേലൂയ പാട്ടാക്കി എന്ത് ചെയ്യണം? പാടണം. ഹല്ലേലൂയ. പാട്ടാക്കി പാടിക്കൊണ്ട് നടക്കണം. സ്തോത്രം, ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. എൻ്റെ സ്റ്റെഫമോന് അമ്മച്ചിയെ ചൂടാക്കാൻ വേണ്ടി അമ്മച്ചിയെ പ്രകോപിപ്പിക്കുന്ന പാട്ടവനുണ്ടാക്കും. എന്നിട്ട് അത് പാടും. പാടാൻ കൊള്ളിയതല്ലേ? കാരണം അമ്മച്ചിയെ പ്രകോപിപ്പിക്കാൻ തന്നെ പാട്ടുണ്ടാക്കുവാണ്. പാട്ടുണ്ടാക്കിയിട്ട് പാട്ടുണ്ടാക്കി അമ്മച്ചിയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പാടിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, കൊച്ചിന് അങ്ങനെ സാധിക്കുന്നെങ്കിൽ ഇന്ന് മുതൽ ആ ദൂതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ. നമുക്കറിയാവുന്ന വചനമൊക്കെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നിട്ട് ചിലപ്പോൾ നമുക്ക് ടൂണോ രാഗമോ സ്കെയിലോ ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മുടെ സ്കെയിൽ ഇഷ്ടപ്പെടുന്ന ഒരുത്തനുണ്ട്, നമ്മുടെ രാഗമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. രാഗമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പ്രായമുള്ള ആളുകളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, സ്തോത്രം, വെറുതെ വട്ടങ്ങാട്ടെ അമ്മച്ചിയോട് പറയാണ്ട് വെറുതെ ആ കസേരയിൽ അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കണം. ഒരു ആഭ്യന്തര കാര്യവും ഇനി അന്വേഷിക്കേണ്ട, നിത്യതയിലേക്കുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇരുന്ന് അറിയാവുന്ന രാഗത്തില് പഴയ പാട്ടാണേലും എന്തെങ്കിലുമൊക്കെ ദൈവവചനം പാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ ഈ ഒത്തിരി ചിന്തകൾ, ഞാൻ പ്രായമുള്ള എല്ലാ ആളുകളോടും പറയട്ടെ, മക്കളുടെ കാര്യത്തിൽ ഒത്തിരി ഇനി നിങ്ങൾ ഇടപെടണ്ട. എല്ലാവരും ജീവിച്ചോളും. അവരെ വളർത്തി പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ആക്കി കൊടുത്താൽ മതി. പിന്നെ അവരുടെ മുമ്പേ നടക്കണ്ട. സ്തോത്രം,
ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സഹായ ആവശ്യമുള്ളപ്പോൾ ചെയ്യണം, വേണ്ടെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ ഇനി എന്നാ പ്രിയമുള്ളവരെ ജീവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മളൊന്ന് ജീവിക്കണ്ടേ? നമ്മളെന്നാ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കൃഷിക്കാരുടെ മക്കളായിരുന്നു. ഉണ്ടായ കാലം മൂലം വല്ല സ്വസ്ഥതയുണ്ടോ? പുല്ല് പറിക്കണം, പശുവിനെ കറക്കണം, പുല്ല് കിടക്കണം, കണ്ടത്തിൽ പോകണം, കപ്പയ്ക്ക് കിടക്കണം, തെങ്ങിൻ്റെ കൂടെ കിടക്കണം. അതിന് പഠിക്കാനൊന്നും നേരമൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഷ്ടതയായിട്ട് കയറി വന്നു. എല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ കാര്യമൊക്കെ ഓക്കെ ആയി, അവർക്ക് പിള്ളേരായപ്പോൾ ഓക്കെ ആയി എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാ ഒരു സ്വസ്ഥത നമുക്ക് വേണ്ടത്? സ്തോത്രം. അതുകൊണ്ട് ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയാകാൻ പറ്റുന്ന സമയത്ത് നമ്മൾ സ്വസ്ഥതയായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം. താഴോട്ട് വായിച്ചുള്ളത്, അവന് പുതിയ പാട്ട് പാടണം. അറിയാവുന്നവരൊക്കെ പാടണം. ഹല്ലേലൂയ. ഈ കൊച്ചു പിള്ളേരോട് ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേർ ഇംഗ്ലീഷിൽ ചില കോറസ് ഒക്കെ പാടിക്കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ചില കോറസ് ഒക്കെ അങ്ങ് പാടണം. വെറുതെ ഇംഗ്ലീഷിലുണ്ടാക്കി, ബാക്കിയൊക്കെ ഇംഗ്ലീഷ് ബൈബിളല്ലേ വായിക്കുന്നത്. സ്റ്റാൻ ചിലപ്പോൾ ഒക്കെ പാട്ടൊക്കെ എഴുതുന്നുണ്ട്. അവർ പുതിയ പാട്ട് കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് എഴുതണം. ഒരു പുതിയ പാട്ട് എഴുതണം ഇംഗ്ലീഷിൽ കേട്ടോ. ഓക്കെ, സ്റ്റാനുമായിട്ട് ചിന്തിച്ചാൽ മതി. പുതിയ പാട്ട് എന്ത് ചെയ്യണം? ഇത് ഏറ്റെടുക്കുന്നുണ്ടോ ആരെങ്കിലും? അല്ല, നമ്മുടെ ബാബു പാസ്റ്റർ പാണ്ടാലി എത്രയോ പാട്ടാണ് എഴുതുന്നത്. ഇപ്പൊ ഇന്നലെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി, നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു, പുള്ളി പാടിയ പാട്ട്, പുള്ളി ഉണ്ടാക്കിയ പാട്ട്. അത് നമ്മളാരും കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ പാട്ട്, അഭിസോര, പുതിയൊരു പാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് പുതിയ പാട്ട് തരുവന്നേ, നമ്മളൊന്ന് വർദ്ധിച്ചു വരാനേ. ഹല്ലേലൂയ. നട്ടപ്പോഴും പറിക്കുമ്പോഴും ഒരുപോലെ ഇരിക്കാതെ നമ്മളൊന്ന് വർദ്ധിക്കാൻ പറ്റുമെങ്കിൽ വർദ്ധിച്ചേ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു താലന്ത്, ഹല്ലേലൂയ, നമുക്കിത് അറിയത്തില്ല കേട്ടോ. ഞാൻ ഈ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇച്ചിരി ഇരിക്കുന്ന ഒരു കുഞ്ഞ് വന്ന് രണ്ട് കാര്യം തെറ്റിച്ചാ പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ഈ സായിപ്പന്മാരെല്ലാം കൂടെ ഇങ്ങനെ അടിക്കും. സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് കൈയടിക്കാനില്ല. പക്ഷെ അവരെന്ത് ചെയ്യാന്നറിയാമോ? അവരിവിടെ വന്നൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മള് ദൈവത്തിന് പുതിയ പാട്ട് എന്ത് ചെയ്യണം? പാടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലാണ് സംസാരിക്കുന്നത്, എനിക്കറിയാം. പുതിയത് കർത്താവ് ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. പഴയതെല്ലാം പാടണം. നമ്മുടെ വാവിൽ നിന്ന് ചീത്തയുടെ ഒരു വാക്ക് പോലും വരരുത് കേട്ടോ. ദേഷ്യം വരുമ്പോ ആവശ്യമില്ലാത്ത ചീത്ത വരരുത്. ഹല്ലേലൂയ. ദേഷ്യം വരുമ്പോ ചിലര് വായിന്ന് ചീത്ത വരുന്നുണ്ട്. അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. അവസാനിപ്പിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഒരേ ഉറവിൽ നിന്ന് മധുരമുള്ളതും കയ്പുള്ളതും എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോ ദേഷ്യം വരുമെന്നേ. ദേഷ്യം വരും, എനിക്കും ദേഷ്യമുള്ളതാണ്. ദേഷ്യം വരും. പക്ഷെ അന്നേരം എന്ത് ചെയ്യണം? വിവേകത്തോടെ ഇടപെടണം. നമ്മൾ രണ്ട് ചീത്ത പറഞ്ഞാൽ എന്നെ നമുക്ക് കിട്ടുന്നത് ഒന്നുമില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എന്തെങ്കിലും പ്രസംഗിക്കുന്ന ചോദിക്കും, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ ദിവസവും കറക്റ്റ് ചെയ്ത് പോയാലേ നിത്യതയെ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. പാസ്റ്റർമാരിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കും. ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ സ്ഥാനാപതിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ക്രിസ്തു ഇവിടെ വന്ന് നേരിട്ടല്ല സംസാരിക്കുന്നത്. ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വന്നിരിക്കുക. അപ്പൊ ഇത് പറയുക എന്നുള്ള ചുമതല ആരുടെയാ? എന്റെയാ. അപ്പൊ എന്തിനാ? നിങ്ങളെ നിത്യത കാണണം. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ കിടമുറി സഭയിലുള്ള എല്ലാ ദൈവമക്കളും ദൈവരാജ്യത്തിൽ ചെന്നെത്തണം. ഹല്ലേലൂയ. അല്ലാതെ വേറെ ഒന്നും, പൗലോസ് പറയുന്ന പോലെ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം, ആരുടെയും വെള്ളിയോ പെണ്ണോ ഞാൻ മോഹിച്ചിട്ടില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, നിത്യതയെ കാണണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു കറക്ഷൻ, ഓരോ മീറ്റിങ്ങിലും നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ളത് കാണും. നമ്മളാരും പൂർണ്ണരല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളാരും പൂർണ്ണരല്ല കേട്ടോ. താഴോട്ട് വായിച്ചേ. അവന് പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ഘോഷസ്വരത്തോടെ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന പിള്ളേരെല്ലാം ശ്രദ്ധിച്ചേ. ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്നവർ ഇവിടെ ഉണ്ട്. എന്തെല്ലാം സാധനം ഇവിടെ ഉണ്ട്.
ഇതൊക്കെ വല്ലപ്പോഴും വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് വന്ന് ഇതൊക്കെ ഒന്ന് അടിക്കരുത്. അല്ലെങ്കിൽ ഈ മൊബൈലിൽ പണിതുകൊണ്ടിരിക്കാതെ ഇതൊക്കെ വന്ന് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ പൊട്ടിയാൽ നമുക്ക് വേറെ മേടിക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കേടായി പോയെന്നവർക്ക് ആരും ഭാരപ്പെടണ്ട. നമ്മുടെ കസേര മേശ എല്ലാം പോയിക്കൊണ്ടിരിക്കുക. കാരണം എൻ്റെ വർഷം എത്രയായി. ഇപ്പൊ കസേരയും മേശയൊക്കെ ഊരിക്കൊണ്ട് അതിലെ നമുക്ക് പോകുന്ന കാരണം അതിൻ്റെ വക്കും എല്ലാം പോയി. ഇനിയിപ്പം നമുക്ക് നല്ല മേശകൾ ഒക്കെ വേണം. അപ്പൊ അതൊക്കെ പോകാതിരിക്കത്തില്ല. കാരണം അതോർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. നമ്മുടെ ഏത് ഉപകരണമാണെങ്കിലും അത്, പക്ഷെ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? തീരണം. തുരുമ്പെടുത്ത് തീർന്നുകൊണ്ട് കാര്യമില്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മൾ തുരുമ്പെടുത്ത് തീരരുത്, ഉപയോഗിച്ച് തീരണം. ഉപയോഗിച്ച് തീരണം. നമ്മുടെ വണ്ടിയൊക്കെ ദൈവനാമത്വത്തിന് വേണ്ടി ഉപയോഗിച്ച് തീരണം. ഹല്ലേലൂയ. ഉപയോഗിച്ച് തീരണം. നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത് ശരിയാ, പക്ഷെ ഉപയോഗിച്ച് നമ്മൾ തീരണം. ഹല്ലേലൂയ. അല്ലാതെ വലിയ നേട്ടമൊന്നും അതുകൊണ്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ വായിച്ച് അവന് പുതിയ പാട്ട് പാടുവേ. പുതിയ പാട്ട് പാടുവേ. ഘോഷസ്വരത്തോടെ നന്നായി എന്ത് ചെയ്യണം? വാദ്യം. നമ്മുടെ പിള്ളേരൊക്കെ നന്നായി വായിക്കുന്നുണ്ട്. ഇവിടെ ഓർഗനും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഒന്ന് ചെയ്യണം. എല്ലാവരും മാറി മാറി ഇത് ചെയ്യണം. ഇവിടുത്തെ എക്യുപ്മെന്റ്സ് എല്ലാവരും പഠിക്കണം. ഈ മൈക്ക് കൺട്രോള്, ഇവിടെ മൈക്കിൻ്റെ ഇത് അഴിച്ചു പണിയാൻ അറിയാവുന്നവർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ മറ്റുള്ളവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാവരും പഠിക്കണം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളോട് ഞാനൊന്നും ചോദിക്കത്തില്ല. സ്തോത്രം. എന്നുവെച്ചാൽ തല്ലിപ്പൊട്ടിക്കാനല്ല പറഞ്ഞത്, കാരണം ഉപയോഗിക്കാൻ വേണ്ടി. കാരണം എല്ലാവരും പഠിച്ചിട്ടേ പോകാവുള്ളൂ. സ്തോത്രം. എല്ലാവരും എല്ലാം പഠിക്കണം. അതിനുള്ള സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചെറുപ്പത്തിൽ വണ്ടി പഠിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ആരുടെയെങ്കിലും ഒരു ബൈക്ക് ഒത്തു കിട്ടിയാൽ അത് നമ്മൾ പോക്കും. ആ കൊല്ലങ്ങാണോ അത് കിടന്നാൽ വെറുതെ തള്ളിക്കൊണ്ട് കിടക്കും. ആദ്യം നമ്മൾ സൈക്കിളായിരുന്നു. എവിടെയെങ്കിലും സൈക്കിൾ കയറ്റം അറിയത്തില്ലെങ്കിലും ആ സാധനം നമ്മൾ എടുത്ത് തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു. അവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചേ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അവന്റെ സകല സൈന്യവും. ഹല്ലേലൂയ. വാക്കൊന്ന് ശ്രദ്ധിച്ചേ. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അവന്റെ സകല സൈന്യം ഉളവായിരുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഇതുവരെ എത്തിച്ചേരാത്ത അതിർത്തിയുണ്ട്. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാൻ കഴിയാത്ത അറുതിയുണ്ട്. പിള്ളേരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്തോത്രം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് കിട്ടാവുന്ന അറിവുകളൊക്കെ ഞാൻ നേടുന്നുണ്ട്. പക്ഷെ ഓർമ്മയിൽ ഇരിക്കത്തില്ല. എത്ര കിലോമീറ്റർ ഉണ്ടെന്നും പറഞ്ഞാൽ ഇരിക്കത്തില്ല. അപ്പൊ ഞാൻ അതിനകത്ത് ഇത് പഠിക്കുന്ന എന്തിനാണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാനാണ്. എൻ്റെ കർത്താവിൻ്റെ ആസ്തി ഒന്ന് മനസ്സിലാക്കാനാണ്. ഹല്ലേലൂയ. ചന്ദ്രനിൽ നിന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാ, നോക്കിയാൽ ഭൂമി ചെറിയ നമ്മുടെ ഇപ്പോൾ കളിക്കുന്ന പിള്ളേരുടെ പന്ത് പോലെ ഒരു സാധനം ഉരുളുന്നതായിട്ടാണ് കാണുന്നത്. അത്രയേ ഉള്ളൂ. സ്തോത്രം. ഇതാരുടെ? യഹോവയുടെ ശ്വാസത്താൽ അവന്റെ വചനത്താൽ ഉണ്ടായതാ. ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ വലിപ്പം ഈ ഇടയ്ക്കൊക്കെ പ്രപഞ്ചത്തെ പോയി നമസ്കരിക്കാനല്ല, ഇടയ്ക്ക് ആകാശത്തോട്ടൊന്ന് നോക്കണം. വെളിമ്പ്രദേശത്ത് വരുമ്പോൾ ആകാശത്തോട് രാത്രിയിലൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. കർത്താവേ, നിന്റെ വചനത്താൽ നീ കൽപ്പിച്ചിട്ടുള്ളതായതാണല്ലോ ഇതെന്നൊക്കെ ഒന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നില്ലേ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചേ. ഉറക്കം തൂങ്ങിയിരിക്കാൻ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചേ. ഇതെല്ലാം ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ കർത്താവ് ഉരുവാക്കിയെങ്കിൽ നമ്മുടെ അപ്പന ഇത് സൃഷ്ടിച്ച്. ഒന്ന് പറഞ്ഞേ, എന്റെ അപ്പന ഇത് സൃഷ്ടിച്ച്, എന്റെ പിതാവായി ഇത് സൃഷ്ടിച്ചത്, എന്റെ സ്വർഗീയ പിതാവായി എനിക്ക് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയെ കുറിച്ച് മാത്രം അവൻ പറഞ്ഞു, ഇത് വ്യർത്ഥമായിട്ടുണ്ടാക്കിയതല്ല, പാർപ്പിനത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടി പാർക്കാൻ പറ്റിയ പാർപ്പിടമായിട്ട് ദൈവം ഇത് ഉണ്ടാക്കാൻ ഇടയായി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നാളും പറഞ്ഞത് ഭയങ്കര വേഗത്തിൽ ഇങ്ങനെയും കറങ്ങുന്നു. ഈ സമുദ്രം എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചത് ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം താഴോട്ട് പോകണ്ടേ?
സമുദ്രത്തിലെ വെള്ളം ഇങ്ങനെ ഇരിക്കുന്ന ബോൾ പോലെ ഇരിക്കുന്നിടത്ത് ഓരോ ഭാഗത്തെ വെള്ളം അത് ബോൾ കണ്ട താഴോട്ട് പോരുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തയൊന്ന് മാറാൻ വേണ്ടിയാ പറഞ്ഞത്. അത് അവിടെ തന്നെ നിൽക്കുക. കായലിലെ വെള്ളം അവിടെ തന്നെ നിൽക്കുക. പക്ഷെ ആ കായല് ഈ ഭൂമിയുടെ ഒരു പരപ്പ് പള്ളക്കാ നിൽക്കുന്നത്. ഈ ഉരുണ്ട ഗോളത്തിന്റെ ഒരു പള്ള എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു വശത്ത് ഒരു തെക്കൻ ഭാഷയാണ് അത് കേട്ടോ. അപ്പൊ ആ സൈഡിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം താഴോട്ട് ചോർന്നോ? ഇല്ല. ഒന്ന് ചിന്തിച്ച് വീട്ടിൽ പറയാം, ആ വെള്ളം ചോർന്നോ? ഇല്ല. അതവിടെ നിൽക്കുക. അതാണ് ദൈവത്തിന്റെ ശക്തി. കാരണം ഇതിനൊരു ആകർഷണം ദൈവം കൊടുത്തിരിക്കുക. ഈ ഭൂമിക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ, നമ്മളെ പിടിച്ചു നിർത്താൻ, നമ്മൾ ഇതിനിടെ നിർത്താൻ, നമ്മളെ ഇവിടെ നിർത്താൻ ദൈവം ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മളെ ഇവിടെ നിർത്തിയേക്കുക. ഇടയ്ക്ക് നമ്മൾ വീഴുന്ന എന്താ? നമ്മുടെ ബാലൻസ് തെറ്റുന്നതുകൊണ്ടാണ്. നമ്മുടെ ബാലൻസ് തെറ്റുന്നതുകൊണ്ടാണ് നമ്മൾ വീഴുന്നത്. നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ബാലൻസ് തെറ്റാതെ നമ്മളെ ഇങ്ങനെ നടത്തുന്ന ദൈവത്തെ നമ്മൾ എന്തോരം സ്തുതിച്ചാലാ പറ്റുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് കണ്ടേച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാനിടയാണ്. എന്റെ പിതാവാണ് ഇത് നൽകിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും മാവോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞ് അതേ ഫലം ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, അതേ നോക്കിയിട്ട് പറയണം എൻ്റെ ദൈവം തന്നതാണ്. എൻ്റെ മോൻ ചോദിക്കുക, അപ്പച്ച ഇതെങ്ങനെ ഉണ്ടായ മാങ്ങ? ഞാൻ പറഞ്ഞു, മോനെ യേശുപ്പച്ചൻ നമുക്ക് തന്നതാണ്, യേശുപ്പച്ചൻ തന്നതാ. സ്തോത്രം. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. വായിച്ചേ. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ എന്ത് ചെയ്യുന്നു? കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സമുദ്രത്തെ എന്ത് ചെയ്യുന്നു? ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് അറിയാവുന്ന സയൻസ് പഠിക്കുന്ന പിള്ളേർക്കറിയാം, ഈ സമുദ്രത്തിൽ കൂടെ ഒരു ഒഴുക്കുണ്ട്, അതിന്റെ വേവ്സ് ഉണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ആരോട്ട് ഇത് മുഴുവൻ ഭാഗത്തൂടെയും കറങ്ങും. പണ്ട് ഇവര് പായ്ക്കപ്പലും കൊണ്ടൊക്കെ നോക്കുമ്പോൾ അവർക്ക് വലിയ ഇതൊന്നും അറിയത്തില്ലെങ്കിലും ഈ ഇതിന്റെ ഒഴുക്കനുസരിച്ചാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഒഴുക്കനുസരിച്ച് സ്തോത്രം ഇത് കണ്ടുപിടിച്ചോണ്ട് ഇത് അറിഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഹല്ലേലൂയ ഈ പഴയ ആളുകൾക്ക് വിവരമില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. ക്രിസ്തുവിന് മുമ്പ് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ആർക്കമണി സംഘം ഏതോരത്തിന്റെ ഇന്നലെ കൂടെ വായിച്ചായിരുന്നു. അദ്ദേഹമാണ് ഇതിന്റെ ചുറ്റളവ് വരെ കണ്ടുപിടിച്ചതെന്ന്. അദ്ദേഹം ഈ നെടലിന്റെ കണക്ക് വെച്ച് ഭൂമിയുടെ ചുറ്റളവ് ഏതാണ് BC 350 കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് പോലും ഇത് ഉരുണ്ടതാണെന്നും ഇതിന്റെ വ്യാപ്തി കണ്ടുപിടിച്ചു. സ്തോത്രം. ജ്ഞാനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. സകല ഭൂവാസികൾ യഹോവയെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. സകല ഭൂവാസികൾ യഹോവയെ ഭയപ്പെടണം. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇപ്പൊ സമയം മുമ്പോട്ട് പോവുകയാണ്. സങ്കീർത്തനം ഇനി ഇത് സാക്ഷിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്രസംഗിക്കും. ഹല്ലേലൂയ. ആ ബാക്കി അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇന്ന് അതാ നിയോഗം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം വായിച്ച സങ്കീർത്തനം തന്നെ ചില വാക്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. താഴോട്ടൊന്ന് വായിച്ചേ. സ്തോത്രം. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ആയിട്ടുള്ള കൊമേനി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത പറയുന്നത്. ഇറാനിലെ ആളുകളും അത് അംഗീകരിച്ചു. അദ്ദേഹം താമസിച്ച അദ്ദേഹത്തിൻ്റെ മകളും കൊച്ചുമക്കളും ഒക്കെ കൊല്ലപ്പെട്ടു. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരം മുഴുവനുമായിട്ട് നശിപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇസ്രായേലിനെ സാത്താൻ രാജ്യമെന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലിനെയും അമേരിക്കയും അതാണ് അവിടുത്തെ പ്രശ്നം. അതുമാത്രമല്ല, ആണവായുധം ഉണ്ടാക്കി അവർ ഇസ്രായേലിനെ അമേരിക്കയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ആണവായുധം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇറാൻ കൃഷിപ്പണിയും കൊണ്ട് നടക്കുവാണെങ്കിൽ ആരും ഒരു യുദ്ധം ഉണ്ടാകുകയില്ല. ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയുടെ അടിയിൽ ഇവരുണ്ടാകുന്ന ആണവ
ഇതുണ്ടാകും. യുറേനിയം ഒക്കെ സമ്പുഷ്ടീകരിക്കുന്ന സ്ഥലം വലിയ പാറയുടെ അടികളിൽ, കിലോമീറ്ററോളം അടിയിൽ. കാരണം മുകളിൽ നിന്നൊരു ബോംബ് വന്നാലും പൊട്ടരുത്, അതുപോലെയുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അവരെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ജാതികളുടെ ആലോചന എന്ത് ചെയ്യും? വ്യർത്ഥമാക്കും. ഇപ്പോൾ ഗൾഫിൽ നടക്കുന്ന യുദ്ധം, ഇറാനിലെ ആളുകൾ, ആ പട്ടാളക്കാർ ഈ അമേരിക്കയുടെ താവളങ്ങളുണ്ട് ഓരോ രാജ്യത്ത്, ആ താവളം ലക്ഷ്യമാക്കി മാത്രമാണ് അവർ ഇത് അയക്കുന്നത്. അല്ലാതെ നമ്മുടെ ജോലി ചെയ്യുന്ന പിള്ളേർക്കാർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റോക്കറ്റ് പിഴച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വീണാൽ പ്രശ്നമാണ്. രണ്ടാമത്തെ ഫ്ലൈറ്റുകളെല്ലാം നിർത്തിയിരിക്കുക. എൻ്റെ രണ്ടാമത്തെ മോള് അടുത്ത ഞായറാഴ്ച രാവിലെ ഇവിടെ വരേണ്ടതാണ്. കൊച്ചു വല്ലാതെ വിഷമിക്കുക. ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. ടിക്കറ്റ് ഇതുവരെ ക്യാൻസലാക്കിയിട്ടില്ല. വരേണ്ടത് ഈ ദുബായ് വഴിയാണ് വരേണ്ടത്. കഴിഞ്ഞ രാത്രിയിൽ ദുബായിലെ ബുർജ് ഖലീഫയുടെ ആളുകളെ എല്ലാം അവർ ഒഴിവാക്കി. കാരണം ഏറ്റവും ഉയർന്ന കെട്ടിടമാണ്. ആരെങ്കിലും ഒരു റോക്കറ്റ് അയച്ചത് പൊട്ടിച്ചാൽ അത് മുഴുവൻ നശിച്ചു പോകും. അവരെല്ലാം മാറ്റാനിടയായി തീർന്നു. നമ്മളിത് കാണുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് എന്ത് ചെയ്യും? കേൾക്കും. അതെന്തിൻ്റെ ആരംഭം എന്നാണ് പറഞ്ഞത്? ഈറ്റുനോവിൻ്റെ ആരംഭം. നമ്മളിപ്പോൾ ഇസ്രായേലിലേക്ക് വാർത്തയത് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ചേ, ഈ വാർത്തയത് മാത്രമല്ലേ ഉള്ളൂ. ഇസ്രായേൽ 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 എന്ന് പറഞ്ഞ് ഓരോ ചാനലുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഒരു കാര്യം, എന്താ ഇസ്രായേൽ? ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചുകൊണ്ടാണ് അവൻ യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്ന് എന്ത് ചെയ്തത്? ആക്കിയത്. ആ പേര് പറയുമ്പോൾ തന്നെ സ്തോത്രം, ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മുമ്പോട്ട് പോകുമായിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്ന് ഈ ഭൂമി മുഴുവൻ അവരെ കൊണ്ട് നിറഞ്ഞാണ്. അവർ ദൈവത്തോട് മറുത്ത് മത്സരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ എല്ലാ ശോധനകളും വന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ചെന്നപ്പോൾ നെതന്യാഹു, അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആളുകളെ പീഡിപ്പിക്കാത്ത ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ അഭയാർത്ഥികളായി വന്ന അനേക രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ പീഡിപ്പിക്കാത്ത രാജ്യം നമ്മൾ മാത്രമേ, ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്, ഇന്ത്യക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യും. ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഇസ്രായേൽ അവരെ ആക്രമിക്കും. ആ ഒരു രീതിയാണ് വരുന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അവൻ ജാതിയുടെ ആലോചനയെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായിരിക്കും. അവന്റെ ഹൃദയ വിചാരങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കണേ. ഇന്നലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഗ്രൂപ്പിൽ പിള്ളേരെല്ലാം വിദേശത്തായതുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ടു. ദൈവം നമ്മളെക്കുറിച്ച്, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, സംഭവിക്കത്തില്ല. നമ്മൾ കിടന്ന് ചാകാൻ തുടങ്ങേണ്ട കാര്യമല്ലോ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അറിയാതെ, ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് തീരുമാനിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല, 70 വയസ്സുള്ളൊരു അമ്മച്ചി വണ്ടിയുടെ അടിയിൽ പോയി. ആ വണ്ടിയുടെ അടിയിൽ പോയിട്ട് ഈ വീല് കയറാതെ വണ്ടിക്ക് അടിയിൽ അമ്മച്ചി നെടുന്നീളെ കിടന്നു. ഒരു കൈവരൽ പോലും അകത്തോട്ട് കയറിയില്ല. ചില പ്രയാസം പരിക്കൊക്കെ ഉണ്ട് തലയ്ക്ക വീണതിൻ്റെ. പ്രൈവറ്റ് ബസ് അവരുടെ ഇടിച്ചിട്ട് അവർ നേരെ വീണു. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം അവരങ്ങനല്ല മരിക്കട്ടെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം, പേടിപ്പിക്കുകയല്ല. നമ്മളെല്ലാവരും എങ്ങനെ മരിക്കണമെന്നുള്ള കാര്യം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. പേടിയുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടതെന്നുള്ള കാര്യം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ സമയമാകുമ്പോൾ പോകും. കാരണം നമ്മളിവിടെ അന്യരാണ്, പരദേശിയാണ്, ഇവിടെ ഒന്നുമില്ല. സ്തോത്രം. നമ്മളായിട്ട് ഒന്നും ഇവിടെ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, കഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്നും വരുന്ന തലമുറകൾ അംഗീകരിച്ച് കൊടുക്കുന്നില്ലെന്നുള്ളൊരു കാര്യം സത്യമാണ്. തലമുറ അംഗീകരിക്കത്തില്ല. കഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാലും അവർ അംഗീകരിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് സലോമൻ പറഞ്ഞാൽ ഇതൊക്കെ മായയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുക. ഓരോരുത്തരും ജീവിക്കാൻ പറ്റുമ്പോൾ ജീവിക്കണം. നമ്മുടെ ജീവിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ജീവിക്കണം. വ്യർത്ഥമായി കളയരുത്.
ഈ ലോകത്തിൽ ഈ ഒരു ജീവിതമേ നമുക്ക് ഇങ്ങനെ ഉള്ളൂ. ഈ ശരീരത്തിലെ ജീവിതം ഇങ്ങനെയേ ഉള്ളൂ. അപ്പനും മക്കളും എല്ലാവരും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. കൊച്ചുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളോട് എതിര് പറയരുത്, അവരോട് എതിര് പറയരുത്, അവരോട് പരുഷമായി ഇത് പറയരുത്. ഇച്ചിരുടെ വലിയ പിള്ളേരോട് എനിക്ക് ഓർമ്മിപ്പാനുള്ളത്, മാതാപിതാക്കളെ ഹെഡ് ഓഫീസെന്നും കേന്ദ്രമെന്നൊന്നും പറഞ്ഞ് കോളേജിലും സ്കൂളിൽ ചെല്ലുമ്പോൾ പറയരുത്. ഹല്ലേലൂയ. കാരണം വചനം ഇങ്ങനെയാ പറയുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടെയുള്ള ആദ്യ കൽപ്പനയാണ്. ഇവിടെ സഭ പലപ്പോഴും ഞാനത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു കാര്യം വീണ്ടും പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. താഴോട്ട് വായിച്ച്, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറകളായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതി. ഒന്ന് സന്തോഷിച്ചേ. യഹോവ ദൈവമായിരിക്കുന്ന ജാതി. നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മുടെ ദൈവം. നമ്മൾ മറ്റൊന്നിനെ ആരാധിക്കത്തില്ല, മറ്റൊന്നിനെ വണങ്ങത്തില്ല, മറ്റൊന്നിന്റെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. പ്രിയമുള്ളവർ, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിന്റെയും മുമ്പിൽ നമ്മൾ ആരാധിക്കുന്നവരല്ല, മുട്ടുമടക്കുന്നവരല്ല. നമ്മൾ യേശു കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരാ, യേശുവിനെ മാത്രം സ്തുതിക്കുന്നവരാ. അതാ നമ്മുടെ ലക്ഷ്യം. വേറെ ഒന്നും നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നമുക്ക് ഒരു ദോഷവും തരത്തില്ല. പ്രിയമുള്ളവർ, കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞ സർപ്പത്തിന്റെ ദോഷമുണ്ടെന്ന്. സ്തോത്രം. നമ്മുടെ കർത്താവ് സർപ്പത്തിന്റെ തലയെ എന്ത് ചെയ്തവനാ? തകർത്തവനാ. ഒരു സർപ്പദോഷവും തരത്തില്ല. വീണ്ടും നമ്മൾ താമസിക്കുന്ന എല്ലാ സ്ഥലവും ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കിനി എന്തെങ്കിലും രോഗദുഃഖങ്ങളാണ് ചിന്ത വരേണ്ടത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ഭവനത്തെ ഏൽപ്പിച്ചിരിക്കുക. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുന്ന നമ്മളെയും നമ്മുടെ ഭവനത്തെയും ശത്രുവിന് നമ്മുടെ മേൽ ദൃഷ്ടി വെപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ കുഞ്ഞാടുമായിട്ട് അകന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞാടിന്റെ മുദ്ര നിന്റെ ഭവനത്തിന്മേൽ എന്ത് ചെയ്യത്തില്ല? വീഴത്തില്ല. അപ്പൊ നമ്മളൊന്ന് കർത്താവ് നമ്മളോടുള്ള ബന്ധം ഒന്ന് അറിയണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളും കൂടെയുള്ള ബന്ധം ഓക്കെ ആണെങ്കിൽ വേറെ ആരുടെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വീഡിയോസ് വാർഷ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പ്രായമുള്ള ദൈവദാസന്മാർ പ്രായം കുറഞ്ഞ ആളുകളുടെ അടുക്കൽ വെച്ച് അവരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കരുത്. ഇനി നമ്മളത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സ്തോത്രം. കാരണം നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രശ്നം. എനിക്കൊരു അറിയാവുന്ന ഒരു അമ്മച്ചി ഈയിടെ പറഞ്ഞു, എപ്പോഴും ഈ അമ്മച്ചി പറയും, കർത്താവേ എന്നെ കഴുകണേ 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 കഴുകണേ. അപ്പോൾ അമ്മച്ചിക്ക് ഇപ്പോൾ കുറ്റബോധം പല ചിന്ത അമ്മച്ചിയുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ മരുമോൻ അവിടെ ഇരുന്ന് പറഞ്ഞെന്നാവും, ഞാൻ ആ വാഷിംഗ് മെഷീനകത്തോട്ട് എടുത്തിട്ടാണ് അവിടെ. അപ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക്കിനകത്തോട്ട് ഇടുവാണെങ്കിൽ ശരിക്കും കഴുകി കിട്ടുകയല്ലേ. ഇത് മനസാക്ഷി കുത്തുവാണ്. കാരണം പലതും ചെയ്തിട്ടുണ്ട്, പലതും ആയ കാലത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയ കാലത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു സംശയം, സ്വർഗരാജ്യത്തിൽ പോകുമോ? രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പാസ്റ്ററുടെ ഭാര്യയായിരുന്നു, സുവിശേഷയുടെ ഭാര്യയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സംശയം. നമുക്കാർക്കും സംശയമില്ലല്ലോ. സംശയം പോകുമോ ഇല്ലയോ? അതുകൊണ്ട് അമ്മച്ചി നിരന്തോറും പറഞ്ഞുകൊണ്ടിരിക്കുക, കഴുകണേ കഴുകണേ. ഒത്തിരി അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കറിയാം, നമ്മൾ നിന്നിടത്തൊക്കെ അങ്ങനെ അവസാനം പറയത്തില്ലേ, പാപിയും ദോഷിയായ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ പറയും. പക്ഷേ സ്തോത്രം, കൃപയാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ പാപമോചനം പ്രാപിച്ചവരാ. ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാ. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ആ ഒരു ഉറപ്പ് വേണം. നമ്മളെ ആരും ചീറ്റ് ചെയ്യാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മളെ ആരും കാര്യങ്ങൾ ഈ ഭൗതികം പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്. സ്തോത്രം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ചിലപ്പോൾ നമ്മളെ ആളുകൾ ദൈവദാസന്മാർ തന്നെ വെട്ടിലാക്കും. നമ്മളോട് പറയാ ഒരു അനർത്ഥം നിനക്ക് വരാൻ പോവാ. മുട്ടാണ് നമ്മൾ 91 സങ്കീർത്തനത്തിൽ എന്താ കാര്യം? ഒരനർത്ഥവും നിനക്ക് കവിഞ്ഞില്ല. പിന്നെ നിന്റെ ഇവിടുന്ന് ഒരു അനർത്ഥം വന്നാൽ ഇവിടെ.
ഹല്ലേലൂയ. ഞാൻ പണ്ട് പറഞ്ഞാണെങ്കിൽ എന്നെ സ്നാനപ്പെടുത്തി എൻ്റെ അമ്മയുടെ ആംഗ്ലയാ പമ്പയാറ്റിലെ ഒരു തോട്ടിലാണ് സ്നാനപ്പെട്ടത്. അദ്ദേഹം ന്യൂ ഇന്ത്യ തെക്കോട്ടിലെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഇതായിട്ട് നിൽക്കുന്ന. അപ്പോൾ അദ്ദേഹം തന്നെ 10 സെന്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ പറമ്പിലൊരു കോർണറിൽ കൊടുത്തു IPCക്ക് ഹോളിന് വേണ്ടി. അദ്ദേഹം ഹോള് പണിതു. അവരാരാധിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ദിവസം IPCയിലെ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് ഒരു കുരുട്ട് ബുദ്ധി. പാസ്റ്ററുടെ ഭാര്യ എന്നെ ചെയ്തെന്ന് ചോദിച്ചാൽ പപ്പയെന്നാണ് വിളിക്കുന്നത്. പിള്ളേർ പപ്പയെന്ന് വിളിക്കുന്നുണ്ട്, അവരെല്ലാം പപ്പയെന്നാണ് വിളിക്കുന്നത്. സാറാമ്മയുടെ വല്യപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വല്യപ്പൻ്റെ ചേട്ടൻ്റെ. അപ്പം ചെന്ന് പറഞ്ഞു, പപ്പ കുഞ്ഞുറ്റ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. കുഞ്ഞുറ്റ ഇനി ന്യൂ ഇന്ത്യയിലല്ല പോകേണ്ടത്, IPCയിലാണ് പോകേണ്ടത്. IPCയിലെ പാസ്റ്ററുടെ ഭാര്യ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓർത്ത് ആ വെട്ടിലങ്ങ് വീഴുമായിരിക്കുന്നു. കാരണം ഇഷ്ടംപോലെ സ്ഥലവും കാര്യവും പിള്ളേരൊക്കെ UK ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു, നിങ്ങളെവിടെ വരണ്ടേ? ഇവിടെ സ്ഥലം കൊടുത്തതല്ലേ, ഇവിടെ വരണ്ടേത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, സിസ്റ്ററെ ഞാനിവിടെ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്, ഈ ദൈവാത്മാവ് ഇതിലെയാണല്ലോ അങ്ങോട്ട് വന്നത്. അപ്പോൾ എന്നോട് അങ്ങ് പറഞ്ഞേച്ച് നമ്പർ 1 കള്ളത്തരം പറയുന്ന ദൈവാത്മാരുണ്ട് നമ്മളുടെ. അവരവരുടെ കാര്യത്തിന് വേണ്ടി നമ്പർ 1 തണ്ട് വെച്ചെന്ന് പറയുന്നവരുണ്ട്. പുള്ളിക്കാരി തലയും കൊണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, ഈ ദൈവാത്മാവിന്റെ പേര് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തു. അത് വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നോടൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരായിരുന്നല്ലോ. പുള്ളിക്കാരിക്ക് മനസ്സിലായി ഈ വേല ഇവിടെ ചെലവാകുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരും ആ കാര്യവും വളരെ ശ്രദ്ധിക്കണം. ദൈവാലോചനയൊക്കെ ശരിയാണ്, ഞാനതെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. എന്നോട് പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഇതുവരെയും തീർന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ദൈവം ഇപ്പോഴും അത്ഭുതം അടയാളം ചെയ്യുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മളെ എത്രയോ ആളുകളാണെന്നറിയാം പേടിപ്പിച്ച് സൂചിമനെ നമ്മെ നിർത്തുന്നത്. പേടിപ്പിച്ച് നമ്മളെ സൂചിമനെ നിർത്തിക്കളയും. സ്തോത്രം, ഹല്ലേലൂയ. നീ ദൈവത്തിലാണെങ്കിൽ നിനക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. വേഗം താഴോട്ട് വായിക്കേ. യഹോവ ദൈവമായിരിക്കുന്ന ജാതി. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മൾ ദൈവമായിരിക്കുന്ന യഹോവ ദൈവമായിരിക്കുന്ന ജാതിയാണ് നമ്മള്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഉല്ലസിക്കുകയും ഘോഷിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. സ്തോത്രം. സമയം തീരുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ സംഭരിക്കുക. നാം ഭാഗ്യമുള്ളവരാണ്. ഒന്ന് സമ്മതിക്കാവോ? ഒന്ന് പറഞ്ഞേച്ചു പോയി. ഞാൻ എൻ്റെ കർത്താവിനെ കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഭാഗ്യമുള്ളവനാണ്. എല്ലാവരും നെഞ്ചത്ത് കയ്യെന്ന് വെച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഭാഗ്യമുള്ളവനാ, ഞാൻ ഭാഗ്യമുള്ളവനാ. എന്റെ പാപം യേശു മോചിച്ച് തന്നതിനാൽ ഞാൻ ഭാഗ്യമുള്ളവനാ. ഞാൻ എന്റെ കർത്താവിന്റെ മുഖം കാണാനുള്ളവനായതുകൊണ്ട് ഞാൻ ഭാഗ്യമുള്ളവനാ. ഒന്ന് പറഞ്ഞേ, ഞാൻ കർത്താവിന്റെ മുഖം കാണാനുള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യവാനാ. നീ ഭാഗ്യവാനാ. ഒന്ന് പറഞ്ഞേ, നിരാശ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഞാൻ ഭാഗ്യമുള്ളവനാണെന്ന് പറഞ്ഞേ, ഞാൻ ഭാഗ്യമുള്ളവനാണെന്ന് പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിർഭാഗ്യവാനാണെന്ന് ആരും പറയരുത്. ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതി ഭാഗ്യമുള്ളതാണ്. ഇന്ന് പകലിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്,